ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടല്ലോ എന്റെ ബേബി ഫോട്ടോസ് കാണാൻ പോവാണ്. എന്റെ ആൽബം കണ്ടിട്ടില്ലല്ലോ. പീക്കൂസിന്റെ മാത്രല്ല ആൽബം, മമ്മാക്കും ഉണ്ട് ആൽബം. അതില് പീക്കൂസ് ഞാൻ ജനിച്ചപ്പോ തൊട്ടുള്ള എന്റെ ആൽബമാണ് ഈ കാണുന്നത്. ഇത് മാത്രല്ല, കുറേ കുട്ടി കുട്ടി ആൽബം ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് കാണാം. അപ്പൊ എനിക്കുണ്ടല്ലോ, എനിക്ക് പീക്കൂസ് ജനിച്ചതിന് ശേഷം ഈ പീക്കൂസിന്റെ ഫോട്ടോസ് ഒക്കെ ഫോൺ ഗാലറി മൊത്തം ഇവളുടെ ഫോട്ടോസാ. പിന്നെ ഞാൻ ഇവൾക്കൊരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൾ ജനിച്ച് തന്നിട്ടുള്ള ഇതുവരെയുള്ള ആൽബം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ തൊട്ടിട്ട് എനിക്ക് എന്റെ ആൽബം കാണുന്ന ഒരു വീക്ക്നെസ് ആണ്. എനിക്കും ഉണ്ട് ആൽബം, എനിക്കും ഉണ്ട് ആൽബം വേണ്ടി ഞാനും കാണുന്ന വീക്ക്നെസ് ആണ്. അങ്ങനെ ഉമ്മാടെ ഈ സുന്ദരി കുട്ടിയുടെ പഴയ ഓർമ്മകളിലോട്ട് ഞാൻ എത്തിക്കാം. ഉമ്മാക്ക് പീക്കൂസ് വന്നതിന് ശേഷം എന്നെ വേണ്ട, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഉമ്മാടെ കുട്ടി ഞാനായിരുന്നു, ഉമ്മാടെ കുട്ടി ഞാനായിരുന്നു എന്ന്. പീക്കൂസ് നമുക്ക് ആൽബം കാണാം കേട്ടോ. അവള് ഇതാവട്ടെ. അയ്യോ, ഇതല്ലേ ഫസ്റ്റ് ആൽബം, ചെറുതാണ്. ഇതാണ് എന്റെ ഫസ്റ്റ് 40 days ആയപ്പോ കണ്ട. ഇതാണ് ഇതിന്റെ പറ്റിയിട്ടുള്ള ഉമ്മയുടെ ഓർമ്മകൾ പറയൂ. ഇത് 28-ന് മുന്നിലുള്ളതാ. 28-ന് മുന്നിലുള്ള ഫോട്ടോ. കാരണം മൊട്ടടിച്ചിട്ടില്ല, മുടിയുണ്ട്. പക്ഷെ ഇല്ലാതെ മുടി കളഞ്ഞ് 28-നല്ല, 40-നാണോ മുടി കളഞ്ഞ? ഇല്ലാതെ മുടി കളഞ്ഞ. ഇത് 40-ന് ഒരുക്കിക്ക് എടുത്തിരിക്കുകയാണ് എല്ലാരും വരുന്നതിന്റെ മുന്നേ. പീക്കൂസിന്റെ മുഖമുണ്ടോ എനിക്ക്? നോക്കുമ്പോ പീക്കൂസിന്റെ ഫേസ് കട്ട് ഉണ്ട്. നോക്ക് പീക്കൂസ്, മമ്മാക്ക് ഫേസ് കട്ട് ഉണ്ടോ നോക്കി നോക്ക്. പീക്കൂസ് മമ്മേന് മമ്മ, നിങ്ങള് താത്തല്ലേ മമ്മ. നിങ്ങൾ ഇത് കണ്ടിട്ട് പറയൂട്ടോ, ഞാനും പീക്കൂസ് ആണോ ഫേസ് കട്ട് എന്നുള്ളത്. അതെ, പീക്കൂസിന്റെ കണ്ണെന്ന് പറഞ്ഞാ വലിയ കണ്ണ് തന്നെയാ എന്നെ പോലെ. പക്ഷെ പീക്കൂസിന് നീളത്തില് നല്ല നീളം കണ്ണായിട്ട് ഉണ്ട കണ്ണ. എന്റെ കണ്ണിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉണ്ട കണ്ണ. അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ചിരിക്കും. പിന്നെ ഇല്ലെങ്കിലല്ല തീരെ ചിരിക്കില്ല, ഭയങ്കര ഗൗരവക്കാരിയായിരുന്നു. എന്റെ ഈ ആൽബത്തിലുണ്ടല്ലോ നിങ്ങൾക്ക് ഒറ്റ ചിരിച്ച കുട്ടിയായിരുന്നു. ഞാൻ വീട്ടിലുള്ളത് പോലും അറിയില്ലായിരുന്നു. പക്ഷെ പീക്കൂസ് ചിരിക്കൊടുക്കുകയാണ് വീട്ടില്. അപ്പുറത്തെ പഞ്ചായത്തിൽ പോലും പീക്കൂസ് വീട്ടിലുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ പീക്കൂസ്? ഇത് എന്റെ 2 ഇക്കാമാരാണ് കേട്ടോ. മുസ്താഖിക്ക മാത്രമേ ഉള്ളൂ. അതെ, മുസ്താഖിക്ക. ഞങ്ങള് തറവാട്ടില് പണ്ട് കുറെ ആട്, പശു ഇതൊക്കെ ഉണ്ടായിരുന്നു. കോഴി, ഒരു ഫാം പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. ഇതില് നിങ്ങൾ കാണാത്ത പലവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാന് ഇതെന്റെ പലക്കറിയാൻ പോവാന്ന്. എന്റെ വല്യപ്പാനായിട്ടുള്ള ഫോട്ടോയാണിത്. ഇതാണ് എന്റെ മുടിയുടെ കളയണത്. ഷാജി മാമയാണ് എന്റെ മുടി കളയണത്, എടുത്തു വെച്ചേക്കുന്നത്. ഇതേത് കണ്ട പീക്കൂസിന് മുടി കളഞ്ഞത് ഓർമ്മയുണ്ടോ? മമ്മ പക്ഷെ നോക്കിയ പീക്കൂസ് ഉറങ്ങുന്ന മുടിയാണ്. ഉറങ്ങായിരുന്നു. പീക്കൂസ് കരച്ചിലായിരുന്നു. നമുക്ക് 40-ന് ഗോൾഡ് ഇടും. അപ്പൊ ഗോൾഡ് ഇടുന്ന ചടങ്ങാട്ടോ ഈ കാണുന്നതൊക്കെ, ഈ ഫോട്ടോസൊക്കെ. എന്റെ ഗ്രാൻഡ് മദേഴ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇടുന്നത് ഓരോരോ ഫോട്ടോസാണ് ഇതെന്ന് പറഞ്ഞാൽ. ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ. എന്റെ എല്ലാം ഗ്രാൻഡ് പരിപാടികളായിരുന്നു. ഓക്കേ, എന്റെ ഉപ്പാനെ ചോദിച്ചിരുന്നുണ്ടായിരുന്ന സിംഗിൾ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്യാം. എന്റെ ഉപ്പാനെ പലരും കണ്ടിട്ടില്ല, അപ്പോൾ അവിടെ ഫോട്ടോ ഞാൻ കാണിക്കാവേ.
കുറെ പേരുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ വലിയൊരു ഫംഗ്ഷൻ പോലെ നമ്മൾ ഈ 28-40 നടത്താം. അപ്പൊ ഈ ബിരിയാണിയും കാര്യങ്ങളും പിന്നെ ഒരു വലിയ ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഫോട്ടോഷൂട്ട് അയ്യോ ഇതിലെന്തൊരു ഭംഗി എന്നെ കാണാൻ. അത് എന്റെ സൗന്ദര്യത്തിന് പറയുമ്പോ മാത്രം പുച്ഛം. പീക്കൂസിന്റെ ആവുമ്പോ ഭയങ്കര നാവ്. ഞാനൊക്കെ പറയും പീക്കൂസ് എന്നെ പോലെ തന്നെ. എന്നെ പോലെ ഒന്നല്ല പീക്കൂസ്. ഇതാ മറ്റേ നമ്മള് പറയും നമ്മള് ഹോം നേഴ്സ് കുഞ്ഞുങ്ങളെ നോക്കാൻ സഹായത്തിന് ആദ്യത്തെ ഒരു 40 ഡേയ്സ്. പക്ഷെ നമ്മള് പീക്കൂസിന് 28 ദിവസം വരെ ഉണ്ടായിരുന്നുള്ളൂ. പോയി 90 വരെ ഉണ്ടായിരുന്നു. വാ അങ്ങനെ ഇതായിരുന്നു എന്നെ നോക്കും. ഉമ്മനക്ക് അങ്ങനെ കരയാൻ പോലത്തെ മുഖം. അയ്യോ ഇത് നല്ല ഫോട്ടോ. വല്യപ്പ വല്യമ്മ നൗഫിമാമി ചെറി സെഫിയ മൂത്തുമ്മ അല്ലേ അങ്ങനെ എല്ലാരും കൂടിയുള്ള നല്ലൊരു ഫോട്ടോ. വല്യപ്പാനെയും വല്യമ്മയുടെ ഒക്കെ. പിന്നെ മൂത്താപ്പ മാമ ഉപ്പ ഒക്കെ ഉള്ള ഒരു ഫ്രെയിം. ഇതൊക്കെ നമ്മുടെ ഫാമിലി ഫോട്ടോസ്, കാൻഡിഡ് ഫോട്ടോസ്. ആ സമയത്തും ആ സമയത്തൊക്കെ കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ കുറെ പേരുണ്ട്. ആരും ഇത് ഫോട്ടോ എടുത്തത് നല്ല നല്ല ഫോട്ടോസ് ഉണ്ട് ഇതില്. ശരിക്കും ഇതില്ലേ ഹിലാടി 28 അന്നാണ് ഫസ്റ്റ് വെഡിങ്. ഉമ്മാടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. 28 ഉമ്മ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഉമ്മക്ക് മുടി നോക്കിയേ ചന്തി വരെ മുടി. അയ്യോ അതിന്റെ ഒരു അഹങ്കാരം ഉമ്മാക്കില്ലായിരുന്നു. അതേ ഉമ്മ മുടിയൊക്കെ ഇവിടെ കയറ്റി കെട്ടിട്ട് ഉമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ. കാണിച്ചു തരാവേ. ഉമ്മ ഗർഭിണിയായിരിക്കുമ്പോ നോക്ക് കണ്ടാ ഉമ്മിമാനെ കണ്ടാ. എന്റെ പൊന്നുവാ ഓല്ലോ മമ്മാനെ കാണണ്ടേ പീക്കൂഷിന്. ഇത് നോക്ക് പീക്കൂഷിന് ഉമ്മാക്ക് 18 വയസ്സുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉമ്മാടെ കല്യാണം കഴിഞ്ഞത് 18 വയസ്സില്. 18 വയസ്സിൽ ഞാൻ ഉണ്ടാവുകയും ചെയ്തു. എല്ലാം ഒരു നിമിത്തായിരുന്നു. സുന്ദരിയായിരിക്കുന്നു. വല്യപ്പയും ഉമ്മയും കൂടിയുള്ള ഫോട്ടോ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ പട്ടുപാവട കിട്ടിട്ട് അത് കാണുമ്പോ എന്നെ ഒരു 3 വയസ്സ് 4 വയസ്സുണ്ടാവൂലേ. എനിക്കുണ്ടല്ലോ കൊറേ പാവകൾ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഒരു പെട്ടി നിറയെ പാവകളായിരുന്നു. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മ ഉണ്ട്. ഇതിലൊക്കെ പീക്കൂസിന് നല്ല ഫേസ് ഉണ്ട് എനിക്ക്. ഇത് കഴിഞ്ഞ അംജുക്കാനായിട്ടുള്ള അംജുക്കാന്റെ ബേബി ആൽബം 3 വയസ്സാ. അംജുക്കാടെ ഫോട്ടോസ് ഭയങ്കര ക്യൂട്ടാട്ടോ. എന്റെ ഫോട്ടോസിന്റെ അത്ര ഇല്ലെങ്കിലും അംജുക്കാടെ ഭയങ്കര ക്യൂട്ടാ. ഞാൻ എന്റെ ഫേസ് എന്ന് പറയുമ്പോ അംജുക്ക പറയും അംജുക്കാടെ ഫേസ് പീക്കൂന്ന്. അപ്പൊ ഞാൻ പറയല്ല എന്റെ ഫേസ് ആണ്. ഇതന്നെ ഞങ്ങളുടെ ദിവസത്തെ സംസാരം. ആക്ച്വലി പീക്കൂസ് എല്ലാവരുടെയും മിക്സ് ആണ്. എല്ലാവരുടെയും മിക്സാ പീക്കൂസ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് എല്ലാരും ഫേസ് തോന്നിക്കും. ഇത്രയും ഫോട്ടോസ്. അയ്യോ എന്റെ വല്യപ്പയും ഞാനുള്ള ഫോട്ടോ. ഇതില് ഞാൻ പീക്കൂസിനെ പോലെ. അയ്യോ അയ്യോ ഇതെന്ത് ക്യൂട്ടാ. നല്ല ഫോട്ടോ. ഇതൊക്കെയാണ് എന്റെ ആൽബം. എന്റെ ആൽബം ഞാൻ കുറെ ആയി കാണിക്കണമെന്ന് വിചാരിക്കണം. കാരണം മെയിൻ ആയിട്ട് ആൽബം കാണിക്കാൻ കാരണം എന്റെ ഉപ്പാനെ പലരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഉപ്പാനെ കാണിച്ച എന്റെ ഫാമിലി, എന്റെ ഗ്രാൻഡ് പാരന്റ്സിനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവരൊക്കെ ഞാൻ കാണിച്ചതാ. ലൈഫിൽ ഞാൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കണ ഒന്നാണ് എന്റെ ആൽബം എന്ന് പറയണത് കേട്ടോ.
ആ ഒരു ഫീലിംഗ് എത്ര പേർക്ക് അത് മനസ്സിലാവുന്നില്ല. എനിക്ക് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സങ്കടം വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ആൽബം തുറന്ന് നോക്കും. ഞാൻ എൻ്റെ ആൽബമൊക്കെ ഇരുന്ന് ഞാൻ നോക്കും. അപ്പോൾ എൻ്റെ ബേബി ഫോട്ടോസും എൻ്റെ സെലിബ്രേറ്റ് ചെയ്തതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ കിട്ടും. എനിക്കത് എൻ്റെ ഓർമ്മയില്ലെങ്കിലും, എൻ്റെ ബേബി എന്തൊക്കെ നടന്നു എന്നൊന്നും ഓർമ്മയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ഒരു ഹൈ കിട്ടും എനിക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ പീക്കൂസിൻ്റെ ഒരു ആൽബം ഉണ്ട്. പീക്കൂസിൻ്റെ ആൽബം ഉണ്ടാക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് പഴയ കാലത്തായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭംഗി. പീക്കൂസിന് ഉണ്ടാക്കുന്നത് അവളുടെ എല്ലാ മെമ്മറീസും കൊണ്ട് ഞാൻ അങ്ങനെ ആൽബംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. അപ്പം ഞാൻ കുറേ ആയി ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. എനിക്കിത് എപ്പോൾ കാണുമ്പോഴും ഒരു മിക്സ്ഡ് ഫീലിങ്സ് ആണ് വരുന്നത്. ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു കണ്ടന്റ് പോലും ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര എന്താ പറയുക, എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഇതാണ്. ഞാനും ഉമ്മയും കൂടി ഉമ്മ കണ്ടിട്ട് മടുത്തു. എന്നാലും ഞാൻ നോക്കുമ്പോൾ ഉമ്മാനെ പിടിച്ചെടുത്തു. അപ്പം ഇന്ന് ആൽബം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഇടാം, നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാം. എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആൽബവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നെക്സ്റ്റ് ഒരു Q&A ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, കുറേ വിഷയങ്ങളെ കുറിച്ചിട്ട്, കുറച്ച് ലൈഫിലെ സീരിയസ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് Q&A ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്തിട്ടാൽ മതി, അതും കൂടി ഞാൻ ആഡ് ചെയ്യാം. അല്ലാതെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ടാറ്റാ ബൈ ബൈ.